യെസ്, നേരത്തെ കല്ലടിക്കോട് രണ്ടുപേർ വെടിയേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് കല്ലടിക്കോട് നിന്ന് പോലീസിന്റെ പ്രതികരണം വരുന്നുണ്ട്. അതിലേക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം വെടിവെച്ചിട്ട് ആത്മഹത്യ പോലെയാണ് തോന്നുന്നത് ആസ് ഓഫ് നൗ. പക്ഷേ ഇത് ഇപ്പോൾ മുഴുവൻ ഇൻക്വസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുള്ളൂ. സയൻറ്റിഫിക് ടീം ഇങ്ങോട്ടാണ് വരുന്നത്, ഡോഗ് സ്ക്വാഡ് എല്ലാം വരുന്നുണ്ട്. കുറച്ച് നമുക്ക് കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് യഥാർത്ഥമായിട്ട് എന്താണ് സംഭവിച്ചത് അത് നമുക്ക് മനസ്സിലാക്കാൻ ഇല്ല. ഇപ്പോൾ ബേസിക്കലി ഒരുമിച്ച് ലാസ്റ്റ് കണ്ടപ്പോൾ ഒരുമിച്ച് ആയിരുന്നു കുറച്ച് സമയം മുമ്പ്, ഒരു മേ ബി 1 hour 2 മണിക്കൂർ മുമ്പ് ആളുകൾ ഒരുമിച്ചായിരുന്നു. സോ നമുക്ക് കൂടുതൽ സാക്ഷികൾ പിടിക്കേണ്ടതാണ്. അത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. അകത്താണ് കിച്ചൺ, റൂമിന്റെ കിച്ചണിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് വ്യക്തമായിട്ട് കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ബോഡി ടേൺ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാക്ക് സൈഡ് ഇപ്പോൾ ആണ് തോന്നുന്നത്, ബാക്ക് സൈഡ് ബോഡിന്റെ ബാക്ക് സൈഡാണ് മുമ്പുള്ളത്. ഇത് ഫ്രണ്ട് പോർഷനിലാണ് ഉള്ളത്. എക്സാക്ട്ലി എവിടെയാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ബിനു ഇതിനെ കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നാണ് പ്രാഥമിക നിഗമനം. അതെ, പ്രാഥമിക നിഗമനം. എത്ര മണിക്കായിരുന്നു സംഭവം? ഇത് ഏകദേശം 2:45 കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടില്ല, പക്ഷെ കുറച്ച് കൂടുതൽ സാക്ഷികൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2 മണിക്കൂർ മുമ്പ് വരെ ഇവർ രണ്ടാളും ഒരുമിച്ചുണ്ടായിരുന്നു. 2 മണിക്കൂർ ഏകദേശം ഇപ്പോൾ അത് സ്ഥിരീകരിക്കണം. താങ്ക് യു. യെസ്, പ്രാഥമിക നിഗമനം മാത്രമാണ് പോലീസ് പങ്കുവച്ചത്. ഒരാൾ കൊലപാതകം നടത്തിയതിന് ശേഷം സ്വയം വെടിവെച്ചു എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതേയുള്ളൂ. ഫോറൻസിക് വിദഗ്ധർ അവിടേക്ക് എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ മറ്റ് നടപടികളിലേക്ക് കൂടി കടന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്.